ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് ഞാൻ പെയിന്റിങ് ചെയ്തിട്ട് ടിഷ്യൂല്. അപ്പൊ അത് വെച്ചിട്ട് ഒരു ഏലൈൻ ടോപ്പ് മോഡൽ കൈക്ക് ഫ്രില്ലും കാര്യങ്ങളും ഇതിന്റെ സൈഡിൽ ലേസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഏകദേശം കുട്ടിയുടെ ഏജ് എന്ന് പറയുന്നത് ഒരു 7 വയസ്സ്. 7 വയസ്സുള്ള കുട്ടിയാണ്. പിന്നെ മെഷർമെന്റ് കാര്യങ്ങളൊക്കെ അവരെ തന്നതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു മെഷർമെന്റ് നോക്കിയിട്ട് 7 വയസ്സിലെ കുഞ്ഞിക്ക് ചെയ്താൽ കറക്റ്റ് ആവുമല്ലോ. കാരണം കുട്ടി അത്യാവശ്യം വണ്ണവും അതുപോലെ ഹൈറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെയാണ് തന്നിട്ടുള്ളത് മെഷർമെന്റും കാര്യങ്ങളും. അപ്പൊ മെറ്റീരിയൽ വേണ്ടത് ടിഷ്യൂ നമുക്ക് ഏകദേശം ഒരു 1.25 മീറ്ററോളം മതി. അതായത് ഇങ്ങനെയാണ് എടുക്കുന്നത്. താഴെ ബോർഡർ വരുന്നുണ്ട്. ലെങ്ത് ഏകദേശം ഒരു 31.5 കേട്ടോ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കാം. 1.5 മതിയാവും. അതുപോലെ ലൈനിങ്ങും ഒരു 1.5 മീറ്റർ മതിയാവും. അപ്പൊ നമുക്ക് നേരെ മതിയാവും കേട്ടാ. നമുക്ക് നേരെ കട്ടിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. തന്നെ ഞാൻ മുകളിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഞാൻ ഈ പെന്ന് ഉപയോഗിച്ചിട്ടുണ്ട് വരക്കുന്നത്. ഇത് നമുക്ക് മായ്ച്ച് കളയാൻ പറ്റുന്ന പെന്ന്. അതായത് അയൺ ബോക്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഈ പെന്ന് മാഞ്ഞു പോകട്ടോ. ഓൺലൈനിൽ വാങ്ങിയാണ് പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുത്തു. ലെങ്ത് വരുന്നത് 31.5 ഇഞ്ചാണ് നമ്മുടെ ലെങ്ത് വരുന്നത്. അതിന്റെ ഒന്നിച്ച് നമുക്കൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് ലെങ്ത് മാർക്ക് ചെയ്യാം കേട്ടോ. 31.5 ഒന്നിച്ച് 1.5 കൂട്ടുമ്പോൾ നമുക്ക് ഏകദേശം 33 ഇഞ്ചാണ് ലെങ്ത് കിട്ടുന്നത്. 33 ഇഞ്ചിൽ ഞാൻ ലെങ്ത് താഴത്തൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഷോൾഡർ നോക്കാം കേട്ടോ. ഷോൾഡർ വരുന്നത് 11 ഇഞ്ചാണ് അയച്ചത്. അപ്പൊ 5.5 നമുക്ക് ഷോൾഡർ വരുന്നത്. ഇതുപോലെ ഇങ്ങനെ കൊടുത്തു. ആ സെയിം 5.5 തന്നെ കുറച്ച് താഴത്തേക്ക് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ആം ഹോളിൻ്റെത് വരച്ചു കൊടുക്കാം. ഏകദേശം കൈക്കുഴി ഞാൻ ഏകദേശം 5.5 തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. 5.5 ഇതുപോലെ എടുത്തു. അതുപോലെ ഇവിടെയും 5.5 ഇതുപോലെ ഇങ്ങനെ കൊടുത്തു. എന്നിട്ടിതാ ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ വരച്ചെടുത്തു. ഇനി നമുക്ക് ഇതിന്റെ സെന്റർ നോക്കാം കേട്ടോ. ഈ ഒരു ലെങ്ത്തിന്റെ സെന്റർ എത്ര വരുന്നത് ഇതുപോലെ ടാപ്പ് മടക്കിയിട്ട് ഇതിന്റെ സെന്റർ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ചെസ്റ്റ് നോക്കാം. ചെസ്റ്റ് വരുന്നത് 28 അപ്പൊ 28നെ 4 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് 7 ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് കിട്ടുന്നത്. അപ്പൊ ഞാൻ 7.5 എടുക്കുന്നത്. കുറച്ച് ലൂസ് ഇരുന്നോട്ടെ കേട്ടോ. ഒരു 7.5 ഇലയിൽ കുറച്ച് ഇങ്ങനെ ടൈറ്റ് വേണ്ട. അപ്പൊ 7.5 പ്ലസ് 1.5 തയ്യൽ തുമ്പും കൂടി ഇങ്ങനെ കൂട്ടിക്കൊടുത്തു. നമ്മുടെ ഈ ഒരു സെന്ററിൽ നിന്ന് നമ്മുടെ ഈ ഒരു ചെസ്റ്റ് കറക്റ്റ് ചെസ്റ്റ് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഷേപ്പ് ഒന്നിങ്ങനെ വരച്ചെടുക്കുന്നത്. ഫുള്ളായിട്ട് വേണ്ട കേട്ടോ, ഇത്രേ വേണ്ടും. ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് വരച്ചതിന് ശേഷം ഇതിങ്ങനെ എടുക്കുക ചെയ്യുന്നത്. ഇത് നമ്മുടെ ബാക്കിലെ താമ്പോള്. ഫ്രണ്ടിലേക്ക് ഞാൻ കുറച്ച് കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു 3/4 ഇഞ്ച് ഉള്ളിലോട്ടേക്ക് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഷോൾഡറിന്റെ ഇവിടത്തേക്ക് ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കൊടുത്തിട്ട് ഇതുപോലെ ഈ ഒരു സെൻറ്ററിനെ ആയിരിക്കും ഇത് വരുന്നത്. ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്നിങ്ങനെ കൊടുക്കട്ടോ. ഇതുപോലെ ഇങ്ങനെ ഇവിടുന്നേ വരും കേട്ടോ. ഇത് ഇവിടുന്നേ വരും. നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇതുപോലെ മാർക്ക് ചെയ്തു. കഴുത്തിന്റെ അകലെ ഞാനൊരു 2.5 ഇഞ്ച് എടുക്കുന്നു കേട്ടോ. 2.5 ഇഞ്ചും കഴുത്തിന്റെ ഇറക്കം എടുക്കുന്നത് ഒരു 4.5 ഇഞ്ചും എടുക്കുന്നുണ്ട് കേട്ടോ. 4.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യാം. ഇതുപോലെ 4 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ബോക്സ് ആക്കി വരച്ചിട്ട് നമുക്ക് നെക്കൊന്നതിലും വരച്ചെടുക്കാം കേട്ടോ. ബാക്കിലത്തെ നെക്കിന്റെ ഇറക്കം 2.5 എടുത്തിട്ടുള്ള. ബാക്കിൽ നമുക്ക് ബട്ടൺസ് വെക്കേണ്ട ഒരു ചെറിയൊരു ഓപ്പൺ പോലെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഏകദേശം 2.5 മതിയാവും. അതാ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. ജസ്റ്റ് ഇത് വെച്ചിട്ട് നമുക്ക് ആ ഷേപ്പ് റൗണ്ട് ഷേപ്പ് ഒന്ന് ഇതുപോലെ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കാം. ഞാൻ നമ്മുടെ ഈ മീത്തെ ഈ ഒരു പോയിന്റിന് താഴത്തേക്ക് ഒരു 9.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വേസ്റ്റിന്റെ അളവാണ് കേട്ടോ വരുന്നത്. ഇവിടുന്ന് ഒരു 9.5 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ വേസ്റ്റ് ഞാൻ ഒരു 7 ഇഞ്ച് തന്നെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഷേപ്പ് 6.25 കൊടുക്കാം കേട്ടോ. 6.25 കൊടുക്കാം. പിന്നെ ഇതാ ഒരു ജസ്റ്റ് ഒരളവും കൂടി ഇങ്ങനെ വലിയ ഡിഫറൻസ് ഇല്ല കേട്ടോ. അതായത് ചെസ്റ്റ് പിന്നെ എത്ര അയച്ചേ ചെസ്റ്റും വേസ്റ്റും തമ്മിൽ ഒരു 1/2 ഇഞ്ചിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇതുപോലെ കൊടുത്തത്. ചെസ്റ്റ് കുറച്ച് കൂട്ടിയെടുത്തില്ലല്ലോ. അപ്പൊ വേസ്റ്റ് ഇതേ അളവിലെടുത്തും. അതിന് ശേഷം ഇവിടുന്ന് നമുക്ക് താഴത്തേക്ക് ഇതുപോലെ ഷേപ്പ് നമ്മുടെ ഇലയിൽ വരക്കുന്ന ഷേപ്പില്ലേ, അതുപോലെ ഇത് ഇങ്ങോട്ടേക്ക് വരച്ചെടുക്കാം കേട്ടോ. താഴത്തോളം വരച്ചെടുക്കാം.
നമുക്ക് ഇത് കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്കത്തെ ആം ഹോൾ വഴി വേണം കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ ഇതിന്റെ ബാക്ക് പീസ് മാറ്റിയതിന് ശേഷം നമുക്ക് ഫ്രണ്ട് ആം ഹോൾ മെയിൻ ഫാബ്രിക്കിന്റെ ഒന്നിച്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അത് നമുക്ക് ഇതുപോലെ ബാക്ക് ആം ഹോൾ വഴി ഇതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കാം. എന്നിട്ട് ഷേപ്പും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ നെക്ക് നമുക്ക് ഇപ്പൊ കട്ട് ചെയ്യണ്ട കേട്ടോ. മെയിൻ ഫാബ്രിക്കിൽ ഒന്നിച്ച് വെച്ചിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം. അല്ലാതെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ലൈനിങ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാനിപ്പോ വേണ്ട. അത് നമുക്ക് ഇവിടെ വേണ്ട, കട്ട് ചെയ്തേക്കാം. ബാക്കിനൊക്കെ കട്ട് ചെയ്യാം. അത് സെന്റർ നോക്കി പിന്നെ നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. ഇതാ ഇതുപോലെ ഇങ്ങനെ ബാക്കിനൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ അളവിൽ താഴത്തോളം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ലൈനിങ് 31.5 കട്ട് ചെയ്യേണ്ട, ഒരു ഇഞ്ച് കുറച്ചിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. വെച്ചാല് ഇത് ഏകദേശം ടിഷ്യൂ കാണുന്ന ഒരു മെറ്റീരിയൽ അല്ലേ, അതുകൊണ്ട് 1 ഇഞ്ച് കുറച്ചിട്ട് ലൈനിങ് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ബാക്കിന്ന് നെക്ക് മാർക്കില്ല, അവിടുന്ന് 2.5 ഇഞ്ച് താഴത്തേക്ക് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നെക്ക് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ബട്ടൺസ് വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതാ ഇത് നമുക്ക് 2.5 ഇഞ്ച് വരെ ഇത് ഓപ്പൺ ചെയ്തെടുക്കാം. അതുപോലെ നമ്മുടെ മെയിൻ ഫാബ്രിക്കും അതുവരെ ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ നമ്മുടെ ഫ്രണ്ട് വശം ഇതുപോലെ നമ്മുടെ പെയിന്റിനോട് ചേർന്ന് വരുന്ന രീതിക്ക് ഇതുപോലെ ലെയ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ലെയ്സ് വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. പെണ്ണുകൊണ്ട് തന്നെയാണ് കേട്ടോ വരച്ചത്. ഞാൻ പറഞ്ഞില്ല, പെണ്ണ് നമുക്ക് ഇസ്തിരിക്കുന്ന സമയത്ത് മാഞ്ഞു പോകട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മുടെ ലേസ് വെച്ചിട്ട് നമ്മൾ ആദ്യം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് ബാക്കി ലൈനിങ് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അത് ലേസ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മ അപ്പോൾ ഫ്രണ്ട് വശത ഇതുപോലെ വെച്ചിട്ട് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കണം. അതിന് മുമ്പേ നമ്മൾ ആദ്യം ബാക്ക് സൈഡ് ഫിനിഷ് ചെയ്തിട്ടാണ് കേട്ടോ ഫ്രണ്ടിലേക്ക് വരുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഷോൾഡർ ഒന്നിച്ചാണ് ജോയിൻ ചെയ്യുക. കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് നമ്മുടെ ബാക്ക് സൈഡ് നോക്കാം കേട്ടോ. ബാക്ക് സൈഡ് ഇതുപോലെ നമ്മുടെ ടിഷ്യൂവിന്റെ ഫാബ്രിക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിന്റെ മുകളിലേക്ക് നമ്മുടെ ലൈനിങ് പീസ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ആം ഹോൾ ആദ്യം അടിച്ച് വരാം കേട്ടോ. ഇതുപോലെ വന്നിട്ട് നമ്മുടെ ആം ഹോൾ ആദ്യം അടിച്ച് വരാം. ഇവിടം വരെ അടിക്കാം. അതിനുശേഷം നെക്ക് ഇതുപോലെ റൗണ്ട് ഇവിടെ ഓപ്പൺ വേണം കേട്ടോ. ഇവിടെ ഓപ്പൺ വേണം. ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ആം ഹോൾ ഇങ്ങനെ അടിച്ചിട്ട് വരാം. എന്നിട്ട് ഇത് ഇവിടുന്ന് ഇതുപോലെ നെക്ക് ഇങ്ങനെ അടിക്കുക. എന്നിട്ട് താഴത്തേക്ക് നമ്മുടെ ഈ ഒരു ഷേപ്പ് ഇങ്ങനെ അടിക്കുക. ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് അടിക്കുക. പിന്നെ ഓപ്പോസിറ്റ് വശത്ത് നെക്കും കൂടി ഇങ്ങനെ അടിക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ആം ഹോളും കൂടി ഇങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ അടിച്ചതിന് ശേഷം തിരിച്ചിട്ടിട്ട് നല്ല വശത്തേ കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. നമ്മുടെ ആം ഹോള് അതുപോലെ തന്നെ ഈ നെക്കൊക്കെ നല്ല വശത്തേ കൂടിയുള്ള സ്റ്റിച്ചും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ടിലത്തെ വശം ഇതുപോലെ ഇങ്ങനെ എടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ ലൈനിങ് പീസ് എടുക്കാം. ലൈനിങ് പീസ് എടുത്തതിന് ശേഷം നമുക്ക് ആദ്യം നമ്മുടെ ആം ഹോളാണ് അടിച്ചു വരേണ്ടത്. ഇതുപോലെ ഇങ്ങനെ കറക്റ്റാക്കി വെക്കാം. നമുക്ക് ഈ പെന്നോണ്ടിലൊക്കെ മായൂട്ടാ, ഞാൻ പറഞ്ഞില്ലേ, അത് കണ്ടിട്ട് ഒന്നും വിചാരിക്കണ്ട. എന്താ ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ ആം ഹോൾ ആദ്യം ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാം. ആം ഹോൾ ഇത് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് നമ്മുടെ ബാക്ക് പീസ് ഇല്ലേ, ബാക്ക് പീസ് ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഷോൾഡർ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് നെക്ക് ഒന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓപ്പോസിറ്റ് വശം എത്തുമ്പോൾ ഓപ്പോസിറ്റ് വശത്തെ ഈ ഷോൾഡറും കൂടി വെച്ചിട്ട് നമ്മൾ ലൈനിങ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ഇവിടം വരെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങോട്ടേക്ക് ലൈനിങ് പീസ് ഇങ്ങോട്ടേക്ക് നീക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്ക് വശം ഇതുപോലെ നല്ല വശത്തോട് നല്ല വശം വരുന്ന രീതിക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഈ ഷോൾഡർ ജോയിൻ ചെയ്ത് അതിൻ്റെ ഉള്ളിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് കറക്റ്റാക്കി വെച്ചതിന് ശേഷം ആ ലൈനിങ് പീസ് ഇങ്ങോട്ടേക്ക് കവർ ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഉള്ളത്തെ പീസ് നീക്കിയതിന് ശേഷം നമുക്ക് റൗണ്ടിൽ ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ സ്ലീവിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ പിങ്ക് മെറ്റീരിയൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവർ പറഞ്ഞു വെച്ചാൽ ഒരുപാട് വലിയ ഫ്രിൽസ് വേണ്ട, ചെറിയ രീതിക്ക് മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ വെച്ചാല് നമുക്കിത് അടിച്ച് കിട്ടുമ്പോ എത്രയുണ്ട് നോക്കാം കേട്ടോ. അടിച്ച് കിട്ടുന്ന സമയത്ത് നമുക്ക് എത്രയാണ് നോക്കിയിട്ട് വേണം അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല കേട്ടോ. അപ്പൊ എനിക്ക് ഏകദേശം 2 ഇഞ്ചിന്റെ അടുത്താണ് കിട്ടുന്നുണ്ടായത്. കണ്ടില്ലേ, ഏകദേശം 2 ഇഞ്ചാണ് നമുക്ക് ഷോൾഡറിന് കിട്ടുന്നുണ്ടായത്. അപ്പൊ സാധാരണ നമുക്ക് 2 ഇഞ്ച് ഷോൾഡർ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കൊരു 3.5 പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 3.5 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കാം. 2 സൈഡും അടിക്കണമല്ലോ. അപ്പൊ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ അവരെനിക്ക് ഒരുപാട് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കറക്റ്റ് 2 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ട്
അതിൻ്റെ സൈഡ് ഇതുപോലെ മെഷീനിലൊന്ന് ഉരുട്ടി അടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉരുട്ടി അടിക്കുന്ന മെഷീൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ 2 മടക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. അതിന് ശേഷം ഇത് സെൻറ്ററിലേക്ക് കൂടി ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ ഒരു നൂല് ഇതുപോലെ ഇങ്ങനെ വലിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രില്ല് ഇതുപോലെ വരും. അപ്പോൾ ഈ നടുക്ക് ഇടുന്ന നൂല് കുറച്ച് ലോങ് സ്റ്റിച്ച് കുറച്ച് ലോങ് വരുന്ന രീതിയിൽ കിട്ടാൻ നല്ലത്. ഞാൻ ആദ്യം കുറച്ച് അടുപ്പിച്ചായി, പിന്നെ ഞാൻ പൊട്ടിച്ച് കളഞ്ഞിട്ടാണ് രണ്ടാമത് കുറച്ച് എന്താ വെച്ചാൽ അങ്ങനെ അടുപ്പിച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ലോങ് ആകുന്ന സമയത്ത് ഇതുപോലെ നല്ല രീതിക്ക് ചുരുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ 2 സ്ലീവ് നമുക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ ഒരു 3/4 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ കറക്റ്റായിട്ടല്ലേ നമുക്ക് സൈഡ് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഫ്രില്ലിൻ്റെ ഇത് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു സൈഡിൽ വേറെ എവിടെ മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഇവിടെ കറക്റ്റ് 3/4 ഇഞ്ച് തന്നെ ഇങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ ഇതിപ്പോൾ ഫ്രില്ലിൻ്റെ ഇത് കുറവായതുകൊണ്ടാണ് ഞാൻ 3/4 ഇഞ്ച് കൊടുത്തത്. അപ്പോൾ ഇത് 3/4 ഇഞ്ച് അടുത്ത 3/4 ഇഞ്ച് നമുക്ക് സൈഡ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരുപോലെ തന്നെ കിട്ടും. അല്ലെങ്കിൽ ഇത് നമുക്ക് ഡിഫറൻസ് വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഓൾറെഡി നൂല് ഇതിൽ തന്നെ ഇട്ടിട്ടുള്ളതുകൊണ്ട് മറ്റേതിലേക്ക് മാറ്റാൻ മടിയായതുകൊണ്ടാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ മെഷീനിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. മെഷർമെന്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെസ്റ്റ് മാർക്ക് ചെയ്ത് വേസ്റ്റ് മാർക്ക് ചെയ്ത് പിന്നെ ഇതുപോലത്തെ 2 വള്ളി അടിച്ചിട്ടുണ്ട് കേട്ടോ. വേസ്റ്റിൻ്റെ ഇത് ഇവിടെ വെച്ചിട്ട് ആ വള്ളിയും കൂടി കൊടുക്കണം. വേസ്റ്റ് വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. വേസ്റ്റ് അല്ല, ഇത് കുറച്ച് താഴത്ത് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമുക്ക് ഇവിടെയാണ് ഇപ്പോൾ വള്ളി വെക്കുന്നത്. അതിൻ്റെ കുറച്ച് താഴത്ത് വരെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മതാ ഈ വേസ്റ്റിന്റെ ഇവിടം വരെയാണ് അല്ലെ സ്റ്റിച്ച് ചെയ്തെടുത്ത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ലൈനിങ് പീസ് ഇതുപോലെ ഉള്ളിലോട്ടേക്ക് മാർക്ക് ചെയ്യാം. നമുക്ക് ആ വേസ്റ്റ് അളവില്ലേ അതിപ്പോൾ എവിടെയാണ് വരുന്നത് വെച്ചാൽ ഇതാ ഇവിടെയാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ പിടിച്ചിട്ട് നമ്മുടെ ലൈനിങ് പീസ് ഇതുപോലെ ബാക്കിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് മുകളിൽ നിന്ന് ക്രോസിൽ വരാം. അതായത് കുറച്ച് ഇതിൻ്റെ കുറച്ച് മുകളിൽ നിന്നായിട്ട് നമുക്കിതുപോലെ ലോക്കിട്ട് തുടങ്ങിയിട്ട് ക്രോസിൽ വന്നിട്ട് ഇതാ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വരാം. വന്നതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ക്രോസിൽ അടിച്ചു തന്നാൽ മതി കേട്ടോ. നമ്മുടെ മെയിൻ ഫാബ്രിക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ. ഇത് നമുക്ക് ലൈനിങ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ലൈനിങ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ലോക്കിട്ട് നിർത്തിയില്ലേ വേസ്റ്റ് അളവ് വരെ, അതിൻ്റെ കുറച്ച് മുകളിൽ നിന്നായിട്ട് തുടങ്ങാം. കറക്റ്റ് ആക്കിയിട്ട് തന്നെ വെക്കണം കേട്ടോ. ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് തന്നെ വെക്കണം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നിന്ന് തന്നെ ലോക്ക് ഇട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. ഈ സൈഡിലേക്ക് കൂടി സ്റ്റിച്ച് ചെയ്ത് വരാം. എല്ലാം ഒന്നിച്ചാണ് വെക്കുന്നത്. മെയിൻ ഫാബ്രിക്കും എല്ലാം ഒരുമിച്ച് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കുറച്ച് താഴത്തോളം ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഇവിടുന്ന് ഈ ലോക്കിട്ട് നിർത്തിയെടുക്കുന്നത് ഏകദേശം ഒരു 1.5 ഇഞ്ചോളം താഴത്തേക്ക് അതേ അളവിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് വരാം കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് 1.5 ഇഞ്ചിലേക്ക് ഇങ്ങനെ താഴത്തേക്ക് തന്നെ ഇങ്ങനെ വന്നു. അതിനുശേഷം ഇതില്ലേ നമ്മുടെ ഈ മെയിൻ ഫാബ്രിക് ഇങ്ങനെ നീക്കി കൊടുക്കാം. അപ്പം നമുക്കിത് ഈ 1.5 ഇഞ്ചിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ കറക്റ്റ് സ്റ്റിച്ചിൻ്റെ അടുത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിങ്ങനെ നീക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതായത് ഇതിങ്ങനെ കുറച്ച് ഇങ്ങോട്ടേക്ക് നീക്കി കൊടുക്കാം. കുറച്ച് ഇങ്ങോട്ടേക്ക് നീക്കി കൊടുത്തിട്ട് നമ്മുടെ ലൈനിങ് പീസ് മാത്രമായിട്ട് എടുക്കണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ നീക്കി എടുത്തിട്ട് ഇപ്പം ഫുള്ളായിട്ട് ഇത് നീങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കത് ലൈനിങ് പീസ് മാത്രം ഇതുപോലെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ, 2 സ്റ്റിച്ച് ഇടണത്തില്ല. അപ്പം ഇതിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ. നമുക്കിത് ഈ ഒരു സൈഡ് നോക്കാം. ഇതിപ്പോൾ ഇവിടുന്നാണ് ഇങ്ങനെ വേറെ വരുന്നത്. ഇതേപോലെ തന്നെ ഇതിൻ്റെ ഉൾവശത്ത് ഇതുപോലെ എടുക്കാം കേട്ടോ. നമുക്കിത് ഇതാ ഒരു കുടുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ കറക്റ്റായിട്ട് പിന്നെ കാണിച്ചു തരാം. കണ്ടില്ലേ, പകുതിക്കുന്നേ ഇങ്ങോട്ടേക്ക് വേറെ വന്നു. അത് മനസ്സിലാവുന്നൊന്നും ഇല്ല കേട്ടോ. കറക്റ്റായിട്ട് അയൺ ചെയ്തെടുക്കുന്ന സമയത്ത് സെറ്റായി കിട്ടും കേട്ടോ. അപ്പം ഇതുപോലെ നമുക്ക് ഓപ്പോസിറ്റ് വശവും ചെയ്തെടുക്കാം കേട്ടോ. ചെയ്തതിന് ശേഷം നമ്മുടെ ഈ പെണ്ണുകൊണ്ട് വരച്ചില്ലേ, അതൊക്കെ ജസ്റ്റ് ഇത് അയൺ ചെയ്യുന്ന സമയത്ത് മാഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ ഇതുപോലെ ഇങ്ങനെ എല്ലാം റിമൂവ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഫ്രില്ല് കുറച്ചും കൂടി വലുതായിരുന്നെങ്കിൽ നല്ല ഭംഗിയുണ്ടാവട്ടെ കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ചെറിയ ഫ്രില്ല് മതി പറയും, പിന്നെ എനിക്ക് അതുപോലെ വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ വേറെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതും കൂടി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.